നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ ദേവിക ആ കുട്ടിയോട് ഞാനിത് എങ്ങനെ പറയും? സാറിന് മാത്രമേ അവരോട് സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. ഡോക്ടർ, അവൻ എന്നോട് സംസാരിച്ചു. എന്റെ മോൻ എന്നോട് സംസാരിച്ചു. ഡോക്ടറോട് ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയണ്ടേ? ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ. ഡോക്ടറെ, എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയതാ. അതെല്ലാം തിരിച്ചു തന്നത് ഡോക്ടറാണ്. ദേവികയുടെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ഡോക്ടറെ? എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടർ? ഹോസ്പിറ്റലിൽ പണം അടയ്ക്കുന്ന കാര്യമാണോ? ഏയ്, അതൊന്നുമല്ല. ഇത് മറ്റൊരു കാര്യമാണ്. വരൂ. എന്താ ഡോക്ടറെ, ശ്രുതിക്ക് എന്തെങ്കിലും? ഏയ്, നോ. ഇത് ശ്രുതിയെക്കുറിച്ചല്ല. സത്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദേവികയാണ്. നിങ്ങൾ വേണം ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കാൻ. ധൈര്യം കൊടുക്കാനോ? ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. നിങ്ങളെയൊക്കെ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ഒരു എങ്ങോട്ടോ ഡോക്ടറെ? പറയാം, വാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതുവരെ പറഞ്ഞ പോലൊന്നും അല്ല. ദൈവങ്ങളാന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരുന്നാലും പോരാ. ഇങ്ങനെയുള്ള ഡേഞ്ചർ സിറ്റുവേഷനിൽ ഞങ്ങളെ സേവ് ചെയ്യാൻ കൂടി വേണം. പിന്നെ എന്റെയും സുധേട്ടന്റെ ലൈഫിൽ ഇനിയെങ്കിലും കയറി ഇടപെടരുതെന്ന് മറ്റ് ദൈവങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞേക്കണം. അപ്പൊ ശരി, കാണാട്ടോ. ഡോക്ടർ, ഇതെന്താ ഇത്? സുമാര, സുമാര! ഡോക്ടറെ, ഡോക്ടറെ, ഇതെന്താ പറ്റിയേ? കാര്യം എന്താന്ന് പറ ഡോക്ടറെ. എന്റെ സുമാര എന്താ പറ്റിയേ? ഡോക്ടറെ, പറ ഡോക്ടറെ. ബോഡി മോർച്ചറിലേക്ക് മാറ്റാൻ പറഞ്ഞോളൂ. വരൂ. ഞാനിത് എങ്ങനെ അവളോട് പറയും? സുധിയുടെ കാര്യത്തിൽ അവളാകെ ചങ്ക് പറിച്ച് നിൽക്കുക. അതിനിടയിൽ ഇത്രയും വലിയ ദുരന്തം. ഇതെങ്ങനെ ഞാൻ ആ കുഞ്ഞിനോട് പറയും? അവക്കത് താങ്ങാൻ പറ്റില്ല ഡോക്ടറെ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ പറയാതെ പറ്റില്ല. ഏതൊരു ബസ് സ്റ്റോപ്പിൽ ബോധം കെട്ട് വീണതാ. ആരൊക്കെയോ ചേർന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. അവിടുന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
അറിയാലോ, എല്ലാം സമാധാനപരമായി ഹാൻഡിൽ ചെയ്യണം. ഡോക്ടറെ, എന്റെ കൈയും കാലും വിറയ്ക്കുവാ. ഞാനിതെങ്ങനെ പറയും? ധൈര്യം കൈവിടരുത്, മറ്റു വഴിയില്ല. ഞാനൊന്ന് സുധിയെ കണ്ടിട്ട് വരാം. എന്താ മനോഹരേട്ട, എന്തു പറ്റി? എന്താ വല്ലാതെ നിൽക്കുന്നേ? ദേവൂട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? എന്താ, എന്തു പറ്റി? ഏട്ടൻ എന്തിനാ കരയുന്നേ? പറ ഏട്ട, എന്താ പറ്റിയേ? പോയി. നമ്മുടെ ദേവികമ്മയുടെ അച്ഛൻ പോയി. എവിടെ പോയി? അവിടെ ഇതെങ്ങനെ സഹിക്കും എന്റെ ഈശ്വര? പാർവതി, എനിക്കത് പറയാനുള്ള ശക്തിയില്ല. അമ്മ, സുധേട്ടന് ബോധം വന്നു. അമ്മ സുധേട്ടനെ കണ്ടായിരുന്നോ? സുധേട്ടൻ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞോ? എല്ലാവർക്കും എന്താ പറ്റിയേ? സുധേട്ടന് ബോധം വന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കാർക്കും എന്താ ഒരു സന്തോഷമില്ലാത്ത? അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അമ്മയുടെ മോന് ബോധം വന്നൂന്ന്. അമ്മ കണ്ടില്ലേ? ഇല്ലെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നിത്യ, നീയും വാ. ഇനി അമ്മ കരയേ വേണ്ട. സുധേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അമ്മയോട് സുധേട്ടനെ ഞാൻ തിരിച്ചു തരാന്ന്? എല്ലാ ദൈവങ്ങളോടും നന്ദി പറഞ്ഞിട്ട് വരിക ഞാൻ. എന്റെ പ്രാർത്ഥന അവര് കേട്ടല്ലോ. അമ്മ വാ, നമുക്ക് സുധേട്ടനെ കാണാം. വാ. ഡോക്ടർ, ഞാൻ സുധേട്ടനെ അമ്മ കാണിച്ചിട്ട് വരാം. അമ്മ. ദേവിക, ഒരു മിനിറ്റ്. എന്താ ഡോക്ടർ? ദേവിക എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ട്?